ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ 2021 അഡ്മിഷന്റെ ഡീറ്റെയിൽസ് ആണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ കുറച്ച് വീഡിയോസ് ചെയ്തിരുന്നു, അതായത് ക്യുസെറ്റും പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയും അതുപോലെ കുറച്ച് ഡൽഹി യൂണിവേഴ്സിറ്റി ഒക്കെ വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിലൊക്കെ മെയിൻ അതും ഇപ്പം ചെയ്യാൻ പോകുന്ന അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ ഡീറ്റെയിൽസ് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ AMU അല്ലെങ്കിൽ അലിഗഡ് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് വളരെ ഒരു കറണ്ട് ടോപ്പിക്കാണ്, ആക്റ്റീവ് ടോപ്പിക്കാണ്. ഇപ്പം അപ്ലിക്കേഷൻസ് കോൾ ഫോർ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്ന ടൈം ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം അതും കൂടി ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ ഈ വീഡിയോ കാണുക. അപ്പോൾ അപ്ലിക്കേഷൻ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, അത് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. AMU അല്ലെങ്കിൽ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ഇന്ത്യയിൽ വെച്ചിട്ട് 3rd ബെസ്റ്റ് യൂണിവേഴ്സിറ്റിയാണ്. എല്ലാ റാങ്കിങ്ങിലും പല NIRF പല റാങ്കിങ് ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പോൾ ആ റാങ്കിങ്ങിലൊക്കെ 3rd വരുന്ന ഇന്ത്യയിലെ ബെസ്റ്റ് യൂണിവേഴ്സിറ്റിയാണ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി. ആൻഡ് അവിടെ ഓഫർ ചെയ്യുന്ന കോഴ്സസ് ടു മച്ച്. അതായത് ഞാൻ ആ ലിസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിനു മുന്നേ ഞാൻ പല യൂണിവേഴ്സിറ്റിയുടെ ഡീറ്റെയിൽസും പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു വെരി ഹ്യൂജ് ഇൻടേക്ക് ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി. അപ്പോൾ എത്ര കോഴ്സുകൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് കണ്ടാലേ മനസ്സിലാവുള്ളൂ അവിടുത്തെ ഡീറ്റെയിൽസ്. ഓക്കെ, ഇനി നമുക്ക് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ആദ്യം പോവാം. അതിനു മുന്നേ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ. പിന്നെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക, സോ ദാറ്റ് നമ്മളിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ഉടനെ ലഭിക്കുന്നതായിരിക്കും. സോ നമുക്ക് കണ്ടന്റിലേക്ക് പോവാം. എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഒരുപാട് കോഴ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു, അതുകൊണ്ട് ഓരോ കോഴ്സിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ വേർതിരിച്ചിട്ട് അപ്ലോഡ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഡീറ്റെയിൽസ് പറയുന്നില്ല. നിങ്ങൾക്ക് കാണിച്ചു തരാം, അത് എവിടെയാണ് കാണുക അല്ലെങ്കിൽ എവിടെയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ജനറലി 50%, നിങ്ങളെ ലാസ്റ്റ് പഠിച്ചിട്ടുള്ള കോഴ്സിൽ 50% ആണ് ജനറലി ഇവിടെ ഒരു അഡ്മിഷന് വേണ്ടിയിട്ടുള്ള കട്ട് ഓഫ്. അപ്പോൾ എൻട്രൻസ് ബേസ്ഡ് ആണ് ഇവിടുത്തെ അഡ്മിഷൻ. എൻട്രൻസ് ബേസ്ഡ് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് എൻട്രൻസ് തന്നെയാണ്. AMUയുടെ സെപ്പറേറ്റ് എൻട്രൻസ് എക്സാം ആണ് നടക്കുന്നത്. ഇത് ക്യുസെറ്റും ആയിട്ട് ജോയിൻ ചെയ്തിട്ടില്ല, സെപ്പറേറ്റ് എക്സാം ആണ്, സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ ആണ്. ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ 50% മാർക്സ് ആണ് മിനിമം കട്ട് ഓഫ്. ഓക്കെ, എൻട്രൻസിന് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് ഒഫീഷ്യൽ വെബ്സൈറ്റ് ഇതാണ്, www.amu.ac.in. അപ്പോൾ നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാം, വെബ്സൈറ്റും കാണിച്ചു തരാം. അപ്ലിക്കേഷൻ ഫീ വരുന്നത് ഓരോ കോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അപ്ലിക്കേഷൻ ഫീ. അപ്പം 450 to 850 ആണ് റേഞ്ച് വരുന്നത് ഓരോ കോഴ്സിൻ്റെയും. അപ്പം ചില കോഴ്സ് BTech കോഴ്സസ് ചില കോഴ്സുകൾക്ക് 850 വരുന്നുണ്ട്, ചിലത് 550 വരുന്നുണ്ട്. അപ്പോൾ എല്ലാ കോഴ്സുകളുടെയും കോഴ്സിനനുസരിച്ചാണ് അവരുടെ അപ്ലിക്കേഷൻ ഫീയും വരുന്നത്. അപ്പം അതും ജനറലി ഒരു BTech കോഴ്സുകളുടെ എങ്ങനെയാണെന്നുള്ളൊരു സ്ട്രക്ചർ നമ്മൾ കാണിച്ചു തരാം. ബട്ട് ദിസ് ഇസ് ദ ഫീ. അപ്പോൾ വലിയ ഫീ ഒന്നുമില്ല. യൂഷ്വലി നമ്മളൊരു സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഒരു 1000-ൻ്റെ അടുത്ത് ഫീ വരാറുണ്ടല്ലേ. അപ്പോൾ ഇതൊരു അധികം ഫീ ഒന്നുമല്ല. പിന്നെ നിങ്ങൾക്ക് ഒറ്റ ആപ്ലിക്കേഷനിൽ തന്നെ ഒരുപാട് കോഴ്സസ് ഓപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് നമ്മളൊരു ഓപ്ഷൻ കൊടുക്കുന്ന പാർട്ടുണ്ട് ആപ്ലിക്കേഷൻ പ്രോസസ്സിൽ, ഓപ്ഷൻ രജിസ്ട്രേഷൻ. അപ്പോൾ നിങ്ങൾ ഒറ്റ കോഴ്സിലേക്ക് അല്ലെങ്കിൽ ഇപ്പം PG MSc മാത്തമാറ്റിക്സ് അങ്ങനെ ഒരു കോഴ്സിലേക്കല്ല അപ്ലൈ ചെയ്യുന്നത്, ഒരു ഗ്രൂപ്പ് ഓഫ് കോഴ്സസിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സിംഗിൾ ഫീ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് കോഴ്സസ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അത് നമ്മൾ ആപ്ലിക്കേഷൻ പ്രൊസീജിയറിലെ ഒരു പാർട്ടായിട്ട് വരും. നെക്സ്റ്റ് നിങ്ങൾ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ. അപ്പോൾ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഇന്നലെയാണ്, June 11th. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ജനറൽ ഓരോ കോഴ്സിനും ചെറിയ ഡിഫറൻസ് ഉണ്ട്, എങ്കിൽ പോലും ലാസ്റ്റ് ഡേറ്റ് വരുന്നത് July 21st ആണ്. ഓക്കെ, അപ്പോൾ ജനറലി July 15th ജൂലൈ മുതൽ ഒരു 28th ജൂലൈ വരെ ഒരു റേഞ്ചിലാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. കോഴ്സിനനുസരിച്ച് അത് ഡിഫറെൻ്റ് ആണ്. UG കോഴ്സസിന് ഡിഫറെൻ്റ് ആണ്, PG കോഴ്സസിന് ഡിഫറെൻ്റ് ആണ്. പിന്നെ UG PG PhD MPhil BEd ഡിപ്ലോമ കോഴ്സസ്, സർട്ടിഫിക്കറ്റ് കോഴ്സസ്, അങ്ങനെ ഒരുപാട് കാറ്റഗറി ഓഫ് കോഴ്സസ് ഇവർ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് വരും ഈ ആപ്ലിക്കേഷൻ ഫീ ആയാലും ലാസ്റ്റ് ഡേറ്റ് ആയാലും ഒക്കെ കേട്ടോ. അപ്പോൾ ചെറിയൊരു വേരിയേഷൻ വരും. എനിവേ, നിങ്ങൾ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാൻ നിങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ ഇമെയിൽ ID, മൊബൈൽ നമ്പർ, ഇതൊക്കെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ബർത്ത് സർട്ടിഫിക്കറ്റ്, ഹൈസ്കൂൾ സർട്ടിഫിക്കറ്റ് മീൻസ് 10th സർട്ടിഫിക്കറ്റ്, മാർക്ക് ഷീറ്റ്സ്, അതുപോലെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, റിസർവേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ്, എംപ്ലോയിഡ് ആണെങ്കിൽ, ഡിസേബിലിറ്റി സർട്ടിഫിക്കറ്റ് ഇഫ് നെസസറി,
പിന്നെ ആവശ്യമായിട്ട് വരുന്നത് യുവർ കളേർഡ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലായിരിക്കണം. പിന്നെ സിഗ്നേച്ചറും തമ്പ് ഇംപ്രഷനും, ലെഫ്റ്റ് തമ്പ് ഇംപ്രഷനും. അപ്പം മെയിനായിട്ട് നിങ്ങൾ ഈ 3 കാര്യങ്ങൾ ഉണ്ടോ നോക്കുക. സിഗ്നേച്ചർ, തമ്പ് ഇംപ്രഷൻ ആൻഡ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ സ്കാൻ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ടുണ്ട്. പിന്നെ മറ്റ് ഡോക്യുമെൻറ്റ്സ് ഒക്കെ തന്നെ ഓൺലൈനാണ് ആപ്ലിക്കേഷൻ. അപ്പോൾ ആ ഓൺലൈൻ ആപ്ലിക്കേഷനിലേക്ക് നിങ്ങൾക്ക് ഈ ഡോക്യുമെൻറ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. ടെസ്റ്റ് സെൻറ്റേഴ്സ് വരുന്നത് നോർത്തിൽ കുറേ സെൻറ്റേഴ്സ് ഉണ്ട്. അലിഗഡ്, ലക്നൗ, ദീസ് ആർ സം ഓഫ് ദി എക്സാമ്പിൾ. കൊൽക്കത്ത, ശ്രീനഗർ, പട്ന, കർണപ്പാറ എക്സെട്ര. കേരളത്തിൽ ടെസ്റ്റ് സെൻറ്റർ വരുന്നത് കോഴിക്കോടാണ്. പിന്നെ ഇതിനൊരു മെയിൻ നമ്മൾ AMU അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഒരു മെയിൻ ക്രൈറ്റീരിയ എന്നല്ല, ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് AMUവിന് മലപ്പുറത്ത് സെൻറ്റർ ഉണ്ട്. സെൻറ്റർ ഉണ്ടെന്ന് പറഞ്ഞാൽ എക്സാമിനേഷൻ സെൻറ്റർ അല്ല, അവരുടെ ഒരു കോഴ്സ് സെൻറ്റേഴ്സ് മലപ്പുറത്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് BEd അങ്ങനെ പല കോഴ്സുകളിലും, പല MSc കോഴ്സുകളൊക്കെ നിങ്ങൾക്ക് അവിടെ വരെ അലിഗഡ് വരെ പോകേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് അഡ്മിഷൻ മലപ്പുറത്ത് എടുക്കാവുന്നതാണ്. പക്ഷേ ദിസ് ഇസ് അണ്ടർ ദ യൂണിവേഴ്സിറ്റി ഓഫ് AMU. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കോഴ്സ് പഠിക്കുന്ന സെൻറ്റേഴ്സ് മലപ്പുറത്തുണ്ട്. ഓക്കെ, അപ്പോൾ ടെസ്റ്റ് സെൻറ്റർ കോഴിക്കോടും ഉണ്ട്. മീൻസ് യുവർ കോഴ്സ് സെൻറ്റർ ഇസ് അറ്റ് മലപ്പുറം. ഇനി എക്സാം പാറ്റേൺ ആണ് പറയുന്നത് ഓഫ്ലൈൻ ആണ് എക്സാം. ഫസ്റ്റ് പോയിന്റ് ഓഫ്ലൈൻ എക്സാം ആണ്. അതായത് പെൻ ആൻഡ് പേപ്പർ എന്ന് പറഞ്ഞാൽ റൈറ്റിംഗ് മോഡല്ല, OMR ഷീറ്റ്സ് ആണ്. അപ്പോൾ OMR ബേസ്ഡ് ഉള്ള ഓഫ്ലൈൻ ആയിട്ടുള്ള എക്സാം ആണ്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇറ്റ്സ് എ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ എക്സാം. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അതും വേരി ചെയ്യും കോഴ്സിനനുസരിച്ച്. ഇവിടെ 2 കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. BTechന് 150 ക്വസ്റ്റ്യൻസും MBAക്ക് 100 ക്വസ്റ്റ്യൻസും ആണ് പറയുന്നത്. ടോട്ടൽ മാർക്സ് അതിനനുസരിച്ചിരിക്കും. 150 ക്വസ്റ്റ്യൻ ഉള്ള പേപ്പറിന് 150 മാർക്സ് ആൻഡ് 100 ക്വസ്റ്റ്യൻ ഉള്ള പേപ്പറിന് 100 മാർക്സ്. വിച്ച് മീൻസ് ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ ഒരു കറക്റ്റ് ആൻസറിന് 1 മാർക്കും നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. റോങ് ആൻസറിന് -0.25 മാർക്സുമാണ് ഡിഡക്റ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് എക്സാമിനേഷൻ പാറ്റേൺ. പിന്നെ പേപ്പർ 3 hour പേപ്പർ ആയിരിക്കും. ജനറലി ഇതൊക്കെയാണ് എക്സാമിനേഷൻ പാറ്റേൺ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് കാണാനുള്ളത് എക്സാമിനേഷൻ ഡേറ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് June 11th. ഇനി July 21st വരെയാണ് അപ്ലിക്കേഷൻ ഡേറ്റ് വരുന്നത്. ഇനി നമുക്ക് വെബ്സൈറ്റും കാണാം, പിന്നെ ഓരോ കോഴ്സിൻ്റെ ഡീറ്റെയിൽസും ഒന്ന് കാണാം. ഓക്കെ, സോ ഇതാണ് ഒഫീഷ്യൽ വെബ്സൈറ്റ്. ഞാൻ വെബ്സൈറ്റ് അഡ്രസ്സ് ആദ്യം പറഞ്ഞിരുന്നു. www.amu.ac.in എന്ന വെബ്സൈറ്റ് ആണിത്. ഇവിടെ നിങ്ങൾക്ക് അഡ്മിഷൻ ആൻഡ് എക്സാംസ് എന്നുള്ള ഓപ്ഷനിലേക്ക് പോവാം. ഇതിനു മുന്നേ ഞാൻ യൂണിവേഴ്സിറ്റിയുടെ ഒരു ജനറൽ ഐഡിയ കാണിച്ചു തരാം. ജസ്റ്റ് ഇവിടെ see here, university at a glance. It's the 3rd best university under Indian universities. എല്ലാ ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയിലും വെച്ച് 3rd best യൂണിവേഴ്സിറ്റി ആണ്. Why you should choose this എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എത്ര ഏക്കേഴ്സ് ഓഫ് ഏരിയ, ക്യാമ്പസിൻ്റെ വിസ്തൃതി പറഞ്ഞിട്ടുണ്ട്. ഹാൾ ഓഫ് റെസിഡൻസ്, സ്റ്റുഡൻസ്, അൽമിനി, ഫാക്കൽറ്റീസ്. ദെൻ ഫാക്കൽറ്റീസ് എന്ന് പറഞ്ഞാൽ സ്കൂൾ ഓഫ് അങ്ങനെ നമ്മൾ പറയില്ല, സ്കൂൾ ഓഫ് എക്കണോമിക്സ് അല്ലെങ്കിൽ സ്കൂൾ ഓഫ് അങ്ങനെ പറയുന്നതാണ്. ദെൻ ഡിപ്പാർട്ട്മെൻറ്റ്സ് 117 ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. അക്കാഡമിക് സ്റ്റാഫ് ഇസ് മോർ ദാൻ 1600. ജസ്റ്റ് നമ്മൾ യൂണിവേഴ്സിറ്റി അറ്റ് എ ഗ്ലാൻസ് കണ്ടതാണ് കേട്ടോ. ഓക്കെ, നൗ നമുക്ക് അഡ്മിഷൻ ഡീറ്റെയിൽസിലേക്ക് പോവാം. അപ്പം അഡ്മിഷനെ പറ്റിയുള്ള ജനറൽ ഡീറ്റെയിൽസ് കിട്ടുന്ന വെബ്സൈറ്റിലേക്ക് നമ്മൾ എത്തി. ജസ്റ്റ് നമ്മൾ അഡ്മിഷൻസ് അവിടെ ക്ലിക്ക് ചെയ്തിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ പോകും. ഇനി നമുക്ക് ഗൈഡ് ലൈൻസ് പോകാം. 2021 ആപ്ലിക്കേഷൻ ഫോം. ഓക്കെ, ഒന്ന് അപ്ലിക്കേഷൻ ഫോം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം അപ്ലിക്കേഷൻ ഫോമാണ് 2021. അപ്പോൾ ജനറൽ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇമെയിൽ ഐഡിയും പാസ്വേഡും യൂസ് ചെയ്തിട്ട് ലോഗിൻ ചെയ്യാം. ഇനി ലോഗിൻ ചെയ്യാത്ത ആളാണെങ്കിൽ പുതിയ കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ ചെയ്യാം, അതായത് സൈനപ്പ് ചെയ്യാം. അപ്പോൾ സൈനപ്പ് ചെയ്ത ഒരാൾക്ക് ജസ്റ്റ് സൈൻ ഇൻ ചെയ്താൽ മതി. അപ്പം ഇതാണ് ജനറൽ കാര്യങ്ങൾ. ഇനി നമുക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ പ്രോസ്പെക്ടസിൽ കോഴ്സ് ഡീറ്റെയിൽസ് ഒന്ന് കാണാം. കുറച്ചധികം കോഴ്സ് തന്നെ ഉണ്ട് കേട്ടോ. അപ്പം ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല, എന്നാലും ഒരു ഓവറോൾ വ്യൂ കാണിച്ചു തരാം. UG ആൻഡ് PG കോഴ്സസ്. ആദ്യം ഫാക്കൽറ്റി ഓഫ് അഗ്രികൾച്ചറൽ സയൻസസ്. അപ്പം അഗ്രികൾച്ചറിൽ തന്നെ വരുന്ന കോഴ്സുകളുടെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തത്. BSc ഹോം സയൻസ്, അഗ്രികൾച്ചർ, മൈക്രോബയോളജി കോഴ്സുകൾ നോക്കിക്കോളൂ.
അപ്പം പലരും ചോദിക്കാറുണ്ട് ഈ കോഴ്സ് ഉണ്ടോ അല്ലെങ്കിൽ BEd ഉണ്ടോ അവിടെ MSc പ്ലാൻ പാത്തോളജി ഉണ്ടോ സംതിങ് എക്സെട്ര അങ്ങനെ ആ കോഴ്സ് ഉണ്ടോ ഈ കോഴ്സ് ഉണ്ടോ എന്നൊക്കെ പലരും കമൻറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്. അപ്പം നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടെ ഒന്ന് റെഫർ ചെയ്താൽ മതി ഏത് കോഴ്സാണ് ഉള്ളത് എന്നുള്ളത്. ഓക്കെ, ഇനി ഫാക്കൽറ്റി ഓഫ് ആർട്സ് വരുന്നുണ്ട്. ആർട്സിൽ ഓണേഴ്സ് ഡിഗ്രി ആണ്. ഓക്കെ, BA ഓണേഴ്സ് ഡിഗ്രി വരുന്ന സബ്ജക്ട്സ് അറബിക്, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, ഹിന്ദി, ജോഗ്രഫി, ലിംഗ്വിസ്റ്റിക്സ്, പേർഷ്യൻ, ഫിലോസഫി, ഖുറാനിക് സ്റ്റഡീസ്, സാൻസ്ക്രിറ്റ്, ഉറുദു. പിന്നെ വരുന്നത് ബാച്ചിലർ ഓഫ് ഫൈൻ ആർട്സ്. MA കോഴ്സുകൾ ഉണ്ട്. ഒരുപാട് MA കോഴ്സുകൾ നിങ്ങൾക്ക് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തത് കാണാം. അപ്പം നിങ്ങൾ വിചാരിക്കുന്ന കോഴ്സ് അവിടെ ഉണ്ടോയെന്ന് ജസ്റ്റ് ചെക്ക് ചെയ്താൽ മതി, എന്നാൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം. പിന്നെ ഒരുപാട് ആപ്ലിക്കേഷൻ ഫീ ഒന്നും ഇല്ലല്ലോ, വളരെ കുറച്ച് ആപ്ലിക്കേഷൻ ഫീ ഉള്ളൂ, വളരെ മിനിമം ആപ്ലിക്കേഷൻ ഫീ ഉള്ളൂ. അത് വെച്ച് നിങ്ങൾക്ക് മോർ ദാൻ 1 കോഴ്സസ് അപ്ലൈ ചെയ്യാനും സാധിക്കും. പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഓരോ കോഴ്സുകളും തമ്മിൽ എക്സാം എൻട്രൻസ് എക്സാം ക്ലാഷ് ആവാതിരിക്കുക. അപ്പോൾ നിങ്ങൾ കുറേ പല സ്ട്രീമിലുള്ള കോഴ്സുകൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെയൊക്കെ എൻട്രൻസ് എക്സാമിനേഷൻ സെയിം ഡേറ്റിൽ ആയാൽ നിങ്ങൾക്കത് അറ്റൻഡ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാവും. അപ്പം അത് നിങ്ങൾ ശ്രദ്ധിക്കുക, ഡിഫറെൻറ്റ് ഡേറ്റിൽ എക്സാംസ് വരുന്ന രീതിയിലുള്ള ആപ്ലിക്കേഷൻസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇവിടെ ഫാക്കൽറ്റി ഓഫ് കൊമേഴ്സ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാം. നൗ BTech കോഴ്സസ് കൊടുത്തിട്ടുണ്ട്. കെമിക്കൽ, സിവിൽ, കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ, പെട്രോകെമിക്കൽ, ഫുഡ് ടെക്നോളജി. പിന്നെ ആർക്കിടെക്ചർ ഉണ്ട്. ദെൻ എൻജിനീയറിംഗ്, സിവിൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ. MTech വരുന്നുണ്ട്. പ്രോസസ് മോഡലിംഗ്, സിവിൽ എൻജിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എൻജിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ്, പെട്രോളിയം പ്രോസസ്സിംഗ്, നാനോ ടെക്നോളജി, മെറ്റീരിയൽ സയൻസ് ആൻഡ് ടെക്നോളജി. MTech ഇൻ മെറ്റീരിയൽ സയൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ദെൻ അഡ്വാൻസ് PG ഡിപ്ലോമ ഇൻ നാനോ ടെക്നോളജി. നൗ ഡിപ്ലോമ ഇൻ എൻജിനീയറിംഗ് കുറേ സ്ട്രീം കൊടുത്തിട്ടുണ്ട്. കമ്മ്യൂണിറ്റി കോളേജസ്, വൊക്കേഷണൽ ഡിഗ്രീസ്, BVoc ആൻഡ് MVoc ഡിഗ്രീസ്. പിന്നെ ഫാക്കൽറ്റി ഓഫ് ഇൻ്റർനാഷണൽ സ്റ്റഡീസ്, BA ഓണേഴ്സ് വരുന്നുണ്ട്. ചൈനീസ്, ഫ്രഞ്ച്, ജർമ്മൻ, റഷ്യൻ, സ്പാനിഷ്, അതുപോലെ MA കോഴ്സുകളും വരുന്നുണ്ട്. ഇനി ഫാക്കൽറ്റി ഓഫ് ലോ. ഇവിടെ ഫാക്കൽറ്റി ഓഫ് ലോയിൽ നിങ്ങൾക്ക് കാണാൻ കണ്ടോ, BA LLB അറ്റ് AMU സെൻറ്റർ, മലപ്പുറം, കേരള. അപ്പം ഈ ഒരു കോഴ്സിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്താൽ നിങ്ങൾ മലപ്പുറത്ത് പഠിച്ചാൽ മതി. യു നീഡ് നോട്ട് ഗോ ടു അലിഗഡ്. ഓക്കെ, അപ്പോൾ BA LLB കോഴ്സുകൾ പല പല സെൻറ്റേഴ്സിലുണ്ട്. അപ്പോൾ ആ സെൻറ്റർ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ലൈഫ് സയൻസ് വരുന്നുണ്ട്. BSc ഓണേഴ്സ് ഉണ്ട്, അതുപോലെ MSc ഡിഗ്രീസ് ഉണ്ട്. പിന്നെ മാനേജ്മെൻറ്റ് സ്റ്റഡീസ്, അതുതാ MBA മലപ്പുറത്തുണ്ട് കേട്ടോ. ദെൻ വി ഹാവ് മെഡിസിൻ. ഇത് എല്ലാ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഇതിൽ അവൈലബിൾ ആണ്, അതായത് ഈ പ്രോസ്പെക്ടസിൽ അവൈലബിൾ ആണ്. എല്ലാം നമ്മൾ വായിച്ചു പോയി കഴിഞ്ഞാൽ ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ ജസ്റ്റ് കോഴ്സ് തന്നെ നമുക്ക് വായിച്ചു പോകാൻ കഴിയില്ല, അത്രയധികം കോഴ്സുകൾ ഇവർ ഓഫർ ചെയ്യുന്നുണ്ട്. മാസ്റ്റർ ഓഫ് സർജറി, മാസ്റ്റർ ഓഫ് ഡെൻ്റൽ സർജറി, PG ഡിപ്ലോമ കോഴ്സസ്, അതുപോലെ BSc ഓണേഴ്സ് ഉണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എക്സെട്ര. MSc കോഴ്സുകളും ഉണ്ട്, ഫിസിക്സ്, കെമിസ്ട്രി. Now faculty of social sciences. BEd മലപ്പുറത്ത് സെൻറ്റർ ഉണ്ട്. അപ്പോൾ നമ്മൾ BEd വളരെ ടൈറ്റായിട്ട് കേരളത്തിൽ റൺ ചെയ്യുന്നൊരു കോഴ്സാണ്. അതായത് വളരെ കുറച്ച് സീറ്റ്സ് ആണ്, പക്ഷേ ആപ്ലിക്കൻസ് ആർ ടു മെനി. അപ്പോൾ BEdൽ നിങ്ങൾ പ്രിഫറബിളി മറ്റൊരു യൂണിവേഴ്സിറ്റീനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് വളരെ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് മലപ്പുറത്ത് തന്നെ BEd ചെയ്യാവുന്നതാണ്. പക്ഷേ ഇറ്റ് ഈസ് അണ്ടർ അലിഗഡ് അല്ലെങ്കിൽ ഒരു നാഷണൽ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലാണ്. ആൻഡ് സ്റ്റിൽ യു ക്യാൻ സ്റ്റഡി അറ്റ് മലപ്പുറം. അപ്പോൾ ആ രീതിയിലാണ് ഇവിടുത്തെ BEd ഉള്ളത്. അതുപോലെ BEd ഇവിടെ മാത്രമല്ല, മലപ്പുറത്ത് മാത്രമല്ല, വെസ്റ്റ് ബംഗാളിൽ സെൻറ്ററിലുണ്ട്, അല്ലാതെ യൂണിവേഴ്സിറ്റി സെൻറ്ററിലും ഉണ്ട്. അങ്ങനെ ഓരോ ഡീറ്റെയിൽസ്. ദെൻ തിയോളജി, യുനാനി മെഡിസിൻ, പ്രൊഫഷണൽ കോഴ്സസ് ഒക്കെ, PG ഡിപ്ലോമ കോഴ്സസ്, കുറേ പ്രൊഫഷണൽ കോഴ്സസിൻ്റെ ഡീറ്റെയിൽസും ഉണ്ട്.
നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് 10 പേജസ് കണ്ടു, കോഴ്സ് ലിസ്റ്റ് മാത്രം. ഓക്കെ, ലൈക്ക് ഒരു ഡിക്ഷണറി ഒക്കെ തപ്പുന്ന പോലെ നിങ്ങൾ ഇന്ന് കോഴ്സ് സെലക്ട് ചെയ്തെടുക്കേണ്ടി വരും, നിങ്ങൾ വിചാരിക്കുന്ന കോഴ്സ് ഉണ്ടോ എന്നുള്ളത്. അത്രയ്ക്കധികം കോഴ്സുകളാണ് ഇവർ ഓഫർ ചെയ്യുന്നത്. ഇനി അഗ്രികൾച്ചർ PhD ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ഓക്കെ, PhD നമുക്ക് ഓടിച്ചു പോകാം. നമ്മൾ മെയിൻലി UG PG കോൺസെൻട്രേറ്റ്, നമ്മൾ അധികം സബ്സ്ക്രൈബേഴ്സും UG PG അപ്ലിക്കൻസ് ആണ്. അപ്പോൾ PhDയും കുറേ അധികം PhD നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള ഓൾമോസ്റ്റ് UG PG കോഴ്സസിൻ്റെ ഒക്കെ PhDയും അവിടെ ഓഫർ ചെയ്യുന്നുണ്ട്. പാർട്ട് ടൈം കോഴ്സസ് ആണ് കേട്ടോ. ഇനി ഫാക്കൽറ്റി ഓഫ് ആർട്സ്, ദെൻ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി, ലാംഗ്വേജസ്. ഓക്കെ, കംപ്ലീറ്റഡ്. അപ്പം കുറേ അധികം കോഴ്സുകൾ ഓഫർ ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. ഇനി നമുക്ക് ഓരോ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ ഓരോ റിസർവേഷൻ ഡീറ്റെയിൽസ് ആണ് കേട്ടോ. അപ്ലിക്കേഷൻ ഓക്കെ, അപ്ലിക്കേഷനിലെ സ്റ്റെപ്സ് ഇവിടെ ജസ്റ്റ് പറയുന്നുണ്ട്. യൂസർ നെയിം പാസ്വേഡും വെച്ചിട്ട് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റർ ചെയ്യേണ്ട ഡീറ്റെയിൽസ് ആണ് യൂസർ നെയിം, ഇമെയിൽ ID, കാൻഡിഡേറ്റ്സ് നെയിം, ആൾട്ടർനേറ്റ് ഇമെയിൽ, ആധാർ നമ്പർ, മദേഴ്സ് നെയിം, ഫാദേഴ്സ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, mobile number, alternate mobile number, correspondence address, then permanent address, nationality, religion, hostel accommodation needed. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ. പിന്നെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാനായിട്ട്. ഇപ്പം നിങ്ങൾ ഫൈനൽ സെമസ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. എന്നിട്ട് റിസൾട്ട് അവൈറ്റിംഗ് കാറ്റഗറി ആയിട്ട് കൊടുത്താൽ മതി. അതായത് 6 അവിടെ എൻ്റർ ചെയ്താൽ മതി, മാർക്ക് എൻ്റർ ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ അപ്ലോഡ് ചെയ്യേണ്ട കാര്യങ്ങൾ ഫോട്ടോ, സിഗ്നേച്ചർ, തമ്പ് ഇംപ്രഷൻ, ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. പിന്നെ സൈസ് സ്പെസിഫിക്കേഷൻ ഉണ്ട്, അതിന് 20 KB to 200 KBസിൻ്റെ ഉള്ളിലായിരിക്കണം. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളിപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോൻ്റെ ഒരു 10 കോപ്പീസെങ്കിലും നിങ്ങൾ എടുത്തു വെച്ചിരിക്കണം. കാരണം അഡ്മിഷൻ സമയത്ത് ആ സെയിം ഫോട്ടോ അവർ ആവശ്യപ്പെടുന്നതായിരിക്കും പല കാര്യങ്ങളിൽ. ID കാർഡിലായാലും അല്ലെങ്കിൽ കുറേ രജിസ്റ്റർ ബുക്കിലായാലും ഒക്കെ ഒരുപാട് സ്ഥലത്ത് നിങ്ങളെ ഫോട്ടോ പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ സെയിം ഫോട്ടോൻ്റെ ഒരു 10 കോപ്പി എടുത്തു വെക്കാം. അപ്പോൾ കുറേ ഡീറ്റെയിൽസ്, പേയ്മെൻറ്റ് ഡീറ്റെയിൽസ്, എല്ലാ പേയ്മെൻറ്റ്സ് ഫെസിലിറ്റീസും അവൈലബിൾ ആണ് കേട്ടോ, ഓൺലൈൻ പേയ്മെൻറ്റ് ഫെസിലിറ്റീസ്. ഓക്കെ, ഇനി നമ്മൾ ഓരോ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഡീറ്റെയിൽ ആയി പോകുന്നില്ല, ജസ്റ്റ് കാണിച്ചു തരാം. ഇതാ ഒരു കോഴ്സ് BSc ഓണേഴ്സ് ഹോം സയൻസ് 6 സെമസ്റ്റർ ഉണ്ട്. കോഴ്സ് കോഡ് പറഞ്ഞിട്ടുണ്ട്. ഇൻടേക്ക് അവിടെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനെ മാത്രമേ എടുക്കുന്നുള്ളൂ. 30 ആണ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിൻ്റെ ഇൻടേക്ക്, അതായത് അത്ര സീറ്റ്സ് ആണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഏജ് ലിമിറ്റും പലരും കമൻറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ ഓരോ കോഴ്സിൻ്റെ ഏജ് ലിമിറ്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 24 ഇയേഴ്സ് ആണ് ഈ ഒരു കോഴ്സിൻ്റെ ഏജ് ലിമിറ്റ്. ജൂലൈ 1 അവർ കണക്കാക്കുക, ഏജ് കണക്കാക്കുക. പിന്നെ എങ്ങനെയാണ് സെലക്ഷൻ? ത്രൂ അഡ്മിഷൻ ടെസ്റ്റ് ആണെന്ന് പറയുന്നുണ്ട്. അഡ്മിഷൻ ടെസ്റ്റിൻ്റെ ഡീറ്റെയിൽസും ഇവിടെ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അതും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ടെസ്റ്റ് സെൻറ്റേഴ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കോഴിക്കോട് സെൻറ്റർ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളൊരു കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ അവർ ഇത്രയും ഡീറ്റെയിൽസ്, ആ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും നമ്മളിപ്പോൾ കണ്ട എല്ലാ കോഴ്സിൻ്റെയും ഇതേപോലെ ഡീറ്റെയിൽസ് ഉണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് അപ്ലിക്കേഷൻ ഫീ ചെക്ക് ചെയ്യുന്ന കാര്യങ്ങളൊന്ന് നോക്കാം. ഇതാ കോഴ്സ് സമ്മറി ഓഫ് ദ കോഴ്സ് സ്റ്റഡി. അപ്പോൾ ഒരു എക്സാമ്പിൾ, ഇത് ഫസ്റ്റ് പേജ് അല്ല, സോറി. അപ്പോൾ ഇത് ഫസ്റ്റ് പേജാണ്. ഇവിടെ നിങ്ങൾ ഫസ്റ്റ് നമ്മൾ ഹോം സയൻസിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കണ്ടല്ലോ. ഹോം സയൻസ് BSc ഹോം സയൻസ് ഓണേഴ്സ് ഡിഗ്രി. അപ്ലിക്കേഷൻ ഫീ വരുന്നത് 550 rupees ആണ്. അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് 11/6/2021 ആണ്. ലാസ്റ്റ് ഡേറ്റ് വിത്തൗട്ട് ഫൈൻ വരുന്നത് 8/7/2021 ആണ്. ലാസ്റ്റ് ഡേറ്റ് വിത്ത് ഫൈൻ വരുന്നത് 15/7/2021 ആണ്.
അപ്പം ഇത് ആരാണ് എക്സാമിനേഷൻ കൺട്രോളർ ഓഫ് എക്സാമിനേഷൻ ആണിത് ഹാൻഡിൽ ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ചില കോഴ്സുകൾ ഡിപ്പാർട്ട്മെന്റ്സ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. ആ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇങ്ങനെ എല്ലാ കോഴ്സിൻ്റെയും നിങ്ങൾക്ക് ഇവിടെ ചെക്ക് ചെയ്യാവുന്നതാണ്. ആപ്ലിക്കേഷൻ ഫീ ഇതാ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം 550 റേഞ്ചിലാണ് കാണുന്നത്. ഇതാ ബിടെക് പല കോഴ്സുകൾക്കും ആപ്ലിക്കേഷൻ ഫീ 750 ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ ആർക്കിടെക്ചറിന് 850 ആണ് ആപ്ലിക്കേഷൻ ഫീ വരുന്നത്. ഇതേപോലെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ജനറലി എല്ലാ കോഴ്സിനും 550 റേഞ്ച് ആണ് കേട്ടോ. ചില കോഴ്സുകൾക്ക് ഒരു ഡിഫറെൻ്റ് ആയിട്ട് വരുന്നുണ്ട് എന്നുള്ളൂ. അപ്പോൾ എല്ലാ കോഴ്സിൻ്റെയും ഡീറ്റെയിൽസ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് പ്രോസ്പെക്ടസ് ആണ്. പ്രോസ്പെക്ടസിൻ്റെ പിന്നെ ഇവിടെ MD കോഴ്സുകൾ നീറ്റ് PG എക്സാം വഴിയാണ് അഡ്മിഷൻ നടക്കുന്നത്. അപ്പോൾ ഇവരുടെ സെപ്പറേറ്റ് എക്സാം അല്ല, നീറ്റ് വഴിയാണ് അതിലേക്കുള്ള അഡ്മിഷൻസ് ഒക്കെ വരുന്നത്. ഓക്കെ, അങ്ങനെ എല്ലാ കോഴ്സുകളും ഉണ്ട്. നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. ഞാൻ ഈ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. യു ക്യാൻ ചെക്ക് ദാറ്റ്. അപ്പോൾ ജനറലി നമ്മൾ ഓൾറെഡി വീഡിയോ കുറച്ച് ലാഗ് ആയിട്ടുണ്ട്. സോ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ യു ക്യാൻ ആക്സസ് ദിസ് പ്രോസ്പെക്ടസ്. സോ ഇനി ഏത് യൂണിവേഴ്സിറ്റിയുടെ ഡീറ്റെയിൽസ് ആണ് പറയേണ്ടതെന്ന് യു ക്യാൻ കമൻറ്റ്. സോ വി വിൽ മൂവ് ഓൺ വിത്ത് ദാറ്റ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്, താങ്ക്സ് ഫോർ സപ്പോർട്ടിങ്. താങ്ക് യു.